ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വർമാസ് രുചി വേൾഡ്. ഇപ്പോൾ നിങ്ങളിൽ പിക്കിൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്കിപ്പോൾ ചോറിന് വിഭവസമൃദ്ധമായ കൂട്ടാനുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഒരു പിക്കിളും മോരും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു നേരമൊക്കെ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള വറുത്തമാങ്ങ അച്ചാറാണ്. ഇത് നല്ല ചെനച്ച മൂവാണ്ടമാങ്ങ കൊണ്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കേടുകൂടാണ്ട് 5-6 മാസം വരെയൊക്കെ സുഖമായിട്ട് ഇരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണ് കണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു റെസിപ്പി തന്നെയാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഈ ഒരു വറുത്തമാങ്ങ അച്ചാർ ഉണ്ടാക്കണേന്നുള്ളത്. അമ്മയുടെ സ്പെഷ്യലാണ് ഈ ഒരു വറുത്തമാങ്ങ പിക്കിള്. ഇത് അമ്മ എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെനച്ച മൂവാണ്ടമാങ്ങയാണ് എടുത്താക്കുന്നത്. 6 മൂവാണ്ടമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മൂവാണ്ടമാങ്ങ ഇങ്ങനെ നമ്മൾ ചെത്തിയെടുക്കുകയാണ്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കും. മാങ്ങ നുറുക്കിയപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ കഴിക്കാനൊക്കെ എത്തിത്തുടങ്ങി. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് അമ്മ അരിയണേന്നുള്ളത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അരിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു 6 മൂവാണ്ടമാങ്ങയാണ് എടുത്തേക്കണത്. ഏത് മാങ്ങയും ഇങ്ങനത്തെ വറുത്ത മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ടൊക്കെ പറ്റും. എന്നാലും ചെനച്ച മൂവാണ്ടമാങ്ങ കൊണ്ട് ഉണ്ടാക്കണതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഏറ്റവും ടേസ്റ്റ് ചെനച്ച മൂവാണ്ടമാങ്ങ കൊണ്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു ഉള്ളിൽ എണ്ണ മൂക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് വെളിച്ചെണ്ണയിലല്ല വറുത്തെടുക്കണത്, നല്ലെണ്ണയിലാണ്. ഇപ്പോൾ എണ്ണ തിളക്കിണ്ട്. അപ്പോൾ മാങ്ങ ഇടാണ് അതിലേക്ക്. നന്നായിട്ട് മൂത്തണ്ട എണ്ണ മാങ്ങ കുറച്ചായിട്ട് ഇതിലിട്ട് വറുത്തെടുക്കുകയാണ്. ഇതിപ്പോൾ എണ്ണ മുങ്ങിക്കിടക്കണം എന്നാണ് പറയണത്. ഉപ്പേരിയൊക്കെ വറുത്ത് കോരണ പോലെ ചെറിയൊരു മുറുക്കത്തോടു കൂടിയാണ് ഇപ്പോൾ വറുത്ത് കോരേണ്ടത്. ചെറിയൊരു മുറുക്കത്തോട് കൂടിയിട്ട് വേണം ഇത് വറുത്ത് കോരാനെന്നാണ് പറയണത്. ഭയങ്കര മുറുക്കല്ല, എന്നാൽ ചെറിയൊരു മുറുക്കം. ഇപ്പോൾ മാങ്ങ നന്നായിട്ട് മുറുക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് കടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, മയം കിട്ടില്ല എന്ന് പറയണത്. ചെറിയൊരു മുറുക്കത്തോട് കൂടിയിട്ട് വേണം ഈ മാങ്ങ വറുത്ത് കോരാൻ. ഇപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് കോരിയെടുക്കേണ്ടത്. മാങ്ങയൊക്കെ കണ്ട കുറച്ച് ഇങ്ങനെ കിടുകിടുക്കാൻ കേൾക്കണില്ലേ, ഈ ചുവപ്പ് നിറമായി, അതുപോലെ ശബ്ദം ഇങ്ങനെ കേട്ടു തുടങ്ങി. കണ്ണാപ്പിലിട്ട് നമ്മളിത് കുലുക്കുമ്പോൾ മൂത്ത് തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് എടുക്കാം. വല്ലാണ്ട് മുറുകിപ്പോരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മുറുകിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് കടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ മാങ്ങ വറുത്ത് കോരി വെച്ചേക്കാണ്. നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ പൊടികളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചൂടാക്കി എടുക്കുകയാണ്. 6 മാങ്ങയ്ക്ക് എത്ര സ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്? 6 സ്പൂൺ മുളക് പൊടി. നമ്മളിത് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. ഈ മുളക് പൊടി ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്.
എണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടി നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വറുത്ത് വെച്ചാക്കണ എണ്ണയും വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞങ്ങളിവിടെ കുറച്ചും കൂടി മാങ്ങ വറക്കാൻ ഉദ്ദേശിക്കേണ്ടത്, അതുകൊണ്ടാണ് അതിൽ നിന്ന് എണ്ണ എടുക്കാണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വറുത്ത എണ്ണയും മുളക് പൊടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കായവും ഉലുവയും വറുത്ത് പൊടിച്ചത് ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഓൾറെഡി കായവും ഉലുവയും പൊടി വറുത്ത് പൊടിച്ച് വെച്ചിട്ട് ഒരുമിച്ച് എല്ലാ പിക്കിളിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവ വറുത്തെടുക്കുക, അതുപോലെ തന്നെ കായവും ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. ഇത് കായവും ഉലുവയും കൂടി പൊടിച്ചതിൻ്റെ മിക്സാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോണത്. ഇത് എത്ര സ്പൂണാണ് ഇടുന്നത്? ഒരു സ്പൂണാണ്. ഇപ്പോൾ 6 മാങ്ങയേ ഉള്ളൂ, വളരെ കുറച്ചുള്ളൂ. അതുകൊണ്ട് 1 സ്പൂൺ കായവും ഉലുവയും കൂടി പൊടിച്ച മിക്സാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പൊരു 3 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കാൻ പോണത്. മൂവാണ്ട മാങ്ങയല്ല, നല്ല പുളിയുണ്ട മാങ്ങയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ചേർക്കേണ്ട ഒരു ഉപ്പ്. ഇതിപ്പോൾ അത്ര ഭയങ്കര പുളി ഉണ്ടാവില്ല, ചെനച്ച മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാങ്ങ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞു. മുളക് പൊടി ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കാൻ പാടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ പൊടികളൊക്കെ ചൂടായി ഇതിൻ്റെ നല്ലൊരു മണം ഇവിടെ വരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് ഇപ്പോൾ മാങ്ങ ചേർക്കാൻ പോവാണ്. ഈ മാങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. അതിന് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഈ വറുത്ത വെളിച്ചെണ്ണ ഒഴിക്കും അല്ലേ? വറുത്ത വെളിച്ചെണ്ണയല്ല, എണ്ണ ഒന്ന് മയം വരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ ഈ വറുത്തിട്ട് ബാക്കി വരുന്ന എണ്ണയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർക്കും. അതിന് വേണ്ടിയിട്ട് വെച്ചാൽ ഈ പിക്കിള് നല്ല മയം വരാൻ വേണ്ടിയിട്ടാണ്. ഇത് എത്ര നാൾ വരെ കേട് വരാണ്ടൊക്കെ ഇരിക്കും? 5-6 മാസം വരെ ഇത് കേട് വരാണ്ടിരിക്കും. അപ്പം ഞാനൊക്കെ പണ്ടൊക്കെ ഇവിടെ കണ്ടാക്കണത് ഭരണിയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വാഴയുടെ ഇല വാട്ടിയിട്ട് എണ്ണയിൽ മുക്കിയിട്ട് അതും അതിൻ്റെ മുകളിൽ എണ്ണശീല ഇട്ടിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ, ഗ്ലാസ് ഭരണിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ എണ്ണശീലയൊന്നും എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും, എണ്ണശീലയൊന്നും ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പം നമുക്ക് എളുപ്പം ചെറിയ കുപ്പികളിലാക്കിയിട്ട് ഭരണിയിൽ, ചില്ലി ഭരണിയിൽ അല്ലെങ്കിൽ ഗ്ലാസിന്റെ ചെറിയ ചെറിയ അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു പിക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആഴ്ച പുറത്തിരിക്കണം. എന്നുവെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് പാകം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഇതിന്റെ മുളകും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുള്ളൂ. ചുമ വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട് മുളകിന്റെ ഒക്കെ. ഇപ്പൊ ഈ എല്ലാ മുളകിന്റെയും അതുപോലെ തന്നെ മുളകിൻ്റെ എരിവും മാങ്ങയുടെ പുളിയും ഒക്കെ കൂടി നന്നായിട്ട് യോജിച്ച് ഉപ്പൊക്കെ മാങ്ങയ്ക്ക് പിടിച്ച് വരാനായിട്ട് ഒരാഴ്ചയെങ്കിലും ഇത് പുറത്തിരുന്നിട്ട് ഒരു പാത്രഭാഗം എന്ന് പറയും നമ്മൾ. അതിനുശേഷം നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതുവരെ അത് പുറത്തിരിക്കാം. കുറച്ച് നാൾ നമ്മൾ ചെറിയ ഗ്ലാസ് ഭരണിയിലൊക്കെ ആക്കിയിട്ട് പുറത്ത് തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ വറുത്തെടുത്ത എണ്ണയിൽ നിന്ന് 2 ടീസ്പൂൺ എണ്ണ മാത്രമേ ഇതിൽ ഒഴിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് ആദ്യം തന്നെ മുളക് പൊടിയിലൊക്കെ എണ്ണ ചേർത്ത കാരണം ആവശ്യത്തിന് ഇതിന് മയമുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ നമ്മളെന്താ വെച്ചാൽ ഈ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെയാണ് മുളക് പൊടിക്ക് ചേർക്കണതും. അതുപോലെ തന്നെ മയം കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ ചേർക്കും. ഇപ്പോൾ ഇത് എണ്ണ ആവശ്യത്തിന് ഉണ്ട് ഇതിൽ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരാഴ്ചയൊക്കെ നമ്മൾ പുറത്ത് കുപ്പിഭരണികളിലാക്കിയിട്ട് പുറത്ത് വെച്ചതിന് ശേഷം നമുക്കെടുത്ത് ഫ്രിഡ്ജിലേക്ക് എങ്ങാനും വയ്ക്കാം. അത് കഴിഞ്ഞാൽ ഒരു കേടും കൂടാണ്ട് 5-6 മാസം വരെയൊക്കെ ഇരിക്കും. നമുക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പിക്കിളാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റിയാണ് ഈ പിക്കിള്. നമ്മുടെ വറുത്തമാങ്ങ പിക്കിള് റെഡി ആയി കഴിഞ്ഞു. നല്ല കളർഫുള്ളാണ്. കളർഫുള്ള് പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇത് കേടുകൂടാണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ 5-6 മാസം വരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇത് പഴകുമ്പോൾ ഇതിൻ്റെ രുചിയൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം കുറച്ച് നാൾ കൂടുതലിരുന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ
എൻ്റെ ഒരു പതിവ് റിക്വസ്റ്റ്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.